കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു അധ്യായത്തിനാണ് വോട്ടെടുപ്പ് പൂർത്തിയായതോടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റപ്പെട്ടതോടെ സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മാത്രമല്ല ഓരോ കേരളീയന്റെയും നെഞ്ചിടിപ്പ് വർദ്ധിച്ചിരിക്കുകയാണ്. മെയ് 4 എന്ന വോട്ടെണ്ണൽ ദിനത്തിലേക്ക് നീളുന്ന ഈ ആകാംക്ഷയുടെ നാളുകളിൽ വിജയപരാജയങ്ങളെക്കുറിച്ചുള്ള സങ്കീർണമായ അവലോകനങ്ങളിലാണ് മുന്നണികൾ. പതിവ് ശൈലികളെ പൊളിച്ചെഴുതിയ പോളിംഗ് ശതമാനം, രാഷ്ട്രീയ തന്ത്രങ്ങളും കേരളത്തിൽ ഭരണ തുടർച്ചയാണോ അതോ ഭരണമാറ്റമാണോ ഉണ്ടാകുക എന്ന വരും ദിവസങ്ങളിലെ ചൂടേറിയ ചർച്ചാ വിഷയമാണ്. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വൻ വിജയം നിയമസഭയിലും ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. പതിവ് പോളിംഗ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി തെക്കൻ കേരളത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ മികച്ച പോളിംഗ് UDF ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ജനങ്ങൾ കൂട്ടത്തോടെ ബൂത്തുകളിൽ എത്തിയത് ഭരണവിരുദ്ധ തരംഗത്തിന്റെ സൂചനയാണെന്ന് അവർ വിലയിരുത്തുന്നു. സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം ഉയരുന്നത് ഭരണമാറ്റത്തിന്റെ ലക്ഷണമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണാറുള്ളത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ബൈ ബൈ പിണറായി എന്ന പരാമർശവും പിണറായി വിജയന് ജനങ്ങൾ നൽകിയ ഗുഡ് ബൈ ആണ് ഈ വോട്ടെടുപ്പ് എന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയും UDFന്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെടുന്നത് UDF 100-ലധികം സീറ്റുകൾ നേടുമെന്നാണ്. മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും UDFിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ വ്യാപകമായി നടന്നിരുന്ന ഇരട്ട വോട്ടുകളുടെയും കൃത്രിമ വോട്ടുകളും തടയാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ഗുണകരമാകുമെന്ന് UDF വിശ്വസിക്കുന്നു.